ഉമ്മൻചാണ്ടി ആളുകൾ കാണുന്നത് ഈ ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലും മറുപടിയായി വന്നത്, ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും ഈ പരാതി സ്വീകരിച്ച് അവയ്ക്കെല്ലാം ദുരിതാശ്വാസത്തിന് പൈസ കൊടുക്കുന്ന ഒരു ആനുകൂല്യ വിതരണക്കാരൻ എന്ന നിലയിലാണ്. പക്ഷെ ഉമ്മൻചാണ്ടി കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു. കാരണം നോക്കൂ, കേരളത്തിലെ മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളെല്ലാം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖം നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലം മുതലുള്ള ആശയമാണ്. അതിനു മുമ്പ് കരുണാകരൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ MVR പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് തുടങ്ങിയ ആശയമാണ്. പിന്നീട് നയനാറുടെ കാലത്ത് കുറേ പരിശ്രമങ്ങൾ നടത്തി. പിന്നീട് AK ആന്റണിയുടെ കാലത്ത് കുറേ പരിശ്രമങ്ങൾ നടത്തി. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുറേ പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും അത് റിസൾട്ടിലേക്ക് വന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നു. കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു. സോണിയാഗാന്ധി അവിടെ UPA ചെയർപേഴ്സണായി. AK ആന്റണി പ്രതിരോധ മന്ത്രിയായുണ്ടായി. ആ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് അദ്ദേഹം ഉപയോഗിച്ച് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി, ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹം പറഞ്ഞത് ഇത് 6000 കോടിയുടെ അഴിമതിയാണെന്നാണ്. യഥാർത്ഥത്തിൽ ആ അഴിമതി ആരോപണത്തിൽ ഭയന്ന് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നെങ്കിൽ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതി എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു.